إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما خلقت الجن والإنس إلا ليعبدون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളോട് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ ലോകത്തെ ജീവിതത്തിൻ്റെ പരമപ്രധാനമായ ആത്യന്തികമായ ലക്ഷ്യം അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതല്ലാത്ത നാം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ജീവിതത്തിന് സഹായകമാകുന്ന വിധത്തിലും ആ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകിയതിൽ അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിനും വേണ്ടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അസ്-സാരിയാത്തിൽ 56-ാമത്തെ വചനമായി പരാമർശിച്ചിട്ടുള്ള വചനമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഓതിക്കേൾപ്പിച്ചിട്ടുള്ളത്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും നാം സൃഷ്ടിച്ചിട്ടുള്ളത് അവർ എന്നെ ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഏറ്റവും അർഹതയുള്ള സൃഷ്ടാവാണ്. അവനാണ് നമുക്ക് സൃഷ്ടിപ്പ് നൽകിയത്, നമുക്ക് നിലനിൽപ്പ് നൽകിയത്. നമ്മുടെ നിലനിൽപ്പിനാവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇബാദത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം അള്ളാഹുവിനെ അതിരറ്റ് സ്നേഹിക്കുക എന്നുള്ളതാണ്.
നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത് ഒരു നിർബന്ധ സാഹചര്യം എന്ന നിലക്കായി പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. നിർബന്ധത്തിന് വഴങ്ങിയല്ല, നമ്മെ ആ രൂപത്തിൽ സൃഷ്ടിച്ച് സംരക്ഷിച്ച് സംരക്ഷിച്ചു പോരുന്ന അള്ളാഹുവോളം നമുക്ക് കടപ്പെട്ടവനായി മറ്റാരുമില്ല. നമുക്ക് സ്നേഹിക്കുവാൻ അവനേക്കാൾ വലിയവരായി മറ്റാരുമില്ല. എല്ലാ സ്നേഹത്തിൻ്റെയും ഭാവങ്ങൾ അള്ളാഹുവിന് മാത്രമാണ് സമർപ്പിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൽ ബഖറയിലെ 165 ആയത്തിൽ പറയുന്നു, വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട് ചില ആളുകൾ, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി, അവർ അള്ളാഹുവിന് പുറമെ സ്വീകരിച്ചു വരുന്നു, അന്താദൻ, ചില സമന്മാരെ, അള്ളാഹുവിന് തുല്യന്മാരെ. അള്ളാഹുവിന് അർപ്പിക്കേണ്ടതായ കാര്യങ്ങൾ ഇത്തരം ആളുകൾക്ക് ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ. അവർ യുഹിബ്ബൂനഹും, അവരെയാണ് അങ്ങേയറ്റം അവർ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്. കഹുബ്ബില്ലാ, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. വല്ലദീന ആമനു, എന്നാൽ വിശ്വാസികൾ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ അള്ളാഹുവിനേക്കാൾ മറ്റൊന്നിനെയും സ്നേഹിക്കാൻ പാടില്ല. വിശ്വാസികൾ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനോടുള്ള അതികഠിനമായ അതിശക്തമായ, ഒരിക്കലും മാറ്റാൻ കഴിയാത്ത, വേർപിരിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ പടച്ചവനോട് അങ്ങേയറ്റത്തെ മഹബ്ബത്ത് വെച്ച് പുലർത്തുന്നവരാണ് സത്യവിശ്വാസികൾ. ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. അള്ളാഹുവിനോടുള്ള, അള്ളാഹുവിനെ എന്തോ ഒരു തരത്തിലുള്ള ഭയപ്പാട് എന്നതിലപ്പുറം അള്ളാഹുവിനെ എല്ലാത്തിനേക്കാളും സ്നേഹിക്കാൻ വിശ്വാസിക്ക് സാധ്യമാകണം. ആ ഒരു സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാവണം. അശദ്ദു ഹുബ്ബൻ ലില്ലാഹ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അതുകൊണ്ടാണ് ആ സ്നേഹം നമ്മളിൽ നിലനിൽക്കുവാൻ, ആ ഒരു മഹബ്ബത്ത് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുവാൻ, നമ്മുടെ മനസ്സിന്റെ വിശുദ്ധിയെ, മനസ്സിന്റെ സംസ്കരണത്തെ, മനസ്സിന്റെ ആ നിഷ്കളങ്കമായിട്ടുള്ള ഭാവത്തെ റബ്ബിനോട് നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ഉപയോഗപ്പെടുത്തുണ്ടായിരുന്ന പ്രാർത്ഥന മനസ്സിന്റെ വിശുദ്ധിയെ സംബന്ധിച്ചായിരുന്നു, മനസ്സിന്റെ നൈർമല്യത്തെ സംബന്ധിച്ചാണ്. അള്ളാഹുവിനോടുള്ള അതിരറ്റ ആ ബന്ധത്തെ എപ്പോഴും കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. അല്ലാഹുമ്മ, പടച്ചവനെ, അല്ലാഹുവേ, ആതി അൻഫുസനാ തഖ്വാഹ, പടച്ചവനെ, എൻ്റെ മനസ്സിൽ നിന്നോടുള്ള ആ ഒരു ഭയഭക്തിയുണ്ടല്ലോ. ഭയഭക്തി എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അള്ളാഹുവിനുമായുള്ളൊരു ബന്ധമാണ്. ആ ബന്ധം എൻ്റെ മനസ്സിൽ എപ്പോഴും നീ ഉണ്ടാക്കി തരണമേ. വസക്കിഹ, എൻ്റെ മനസ്സിനെ നീ പ്യൂരിഫൈ ചെയ്യണമേ. വളരെ കൃത്യമായ നിഷ്കളങ്കമായ ഒരു ഭാവം എൻ്റെ മനസ്സിലുണ്ടാക്കി തരണമേ. വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ, ആ മനസ്സിനെ നൈർമല്യമാക്കുന്നതിൽ ഏറ്റവും ഖൈറായിട്ടുള്ളവൻ നീയാണ് പടച്ചവനെ. അന്ത വലിയുഹ, നീയാണ് ആ മനസ്സിന്റെ ഉടമസ്ഥൻ. വ മൗലാഹ, അതിന്റെ സംരക്ഷകനും നീയാണ്. യാ റബ്ബൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹുവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു ചിന്ത ഉണ്ടായിക്കൊണ്ടിരിക്കാൻ. മനസ്സെപ്പോഴും മാറിയും മറിഞ്ഞും കൊണ്ടിരിക്കുന്നതാണ്. ദുനിയാവിന്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോകുമ്പോഴൊക്കെ മനസ്സ് ചാഞ്ചല്യം സംഭവിച്ചു പോകും.
മനസ്സിൽ ചില ചാഞ്ചാട്ടങ്ങൾ ഉണ്ടായിപ്പോകും. ആ ചാഞ്ചാട്ടങ്ങളെ നമ്മൾക്ക് ഓർമ്മ വേണം. എവിടെയാണ് തെറ്റിപ്പോയിട്ടുള്ളത് എന്ന് നമുക്ക് ചിന്ത വേണം. ആ ചിന്തയുടെ വക്കത്താണ് അല്ലാഹുമ്മ ആതി അൻഫുസനാ തഖ്വാഹാ. ആ ഒരു പ്രാർത്ഥന നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, സഹാബികൾ, ഒരു സഹാബി ഓടി വരുന്നതായി കാണുന്നു. ഹൻളല എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വെപ്രാളപ്പെട്ടു വരുന്ന ആ സഹാബിയോട് ചോദിക്കുകയാണ്, എന്താണ് നിനക്ക് പറ്റിയത്? ആ സമയത്ത് ഹൻളല പറയുകയാണ്, ഞാൻ കപടവിശ്വാസിയായിരിക്കുന്നു. നാഫഖ ഹൻളല, ഹൻളല മുനാഫിക്കായി പോയിരിക്കുന്നു. കാരണം എന്താണ് എന്ന് അവർ രണ്ടുപേരും ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് ഹൻളല പറയുന്നത്, അള്ളാന്റെ റസൂലിന്റെ സന്നിധാനത്തിൽ, സദസ്സിൽ, മജ്ലിസിൽ, അവിടുത്തെ തിരുമുഖം നമ്മൾ ദർശിക്കുമ്പോൾ, അവിടുത്തെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ, അവിടുത്തെ ഇടപാടുകളുമായി നമ്മൾ ബന്ധപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് എന്തില്ലാത്ത ഓർമ്മയും ആ ഒരു അള്ളാഹുവുമായുള്ള ബന്ധവും നമ്മളിൽ നിലനിൽക്കുന്നു. പക്ഷേ റസൂലിന്റെ അടുക്കൽ നിന്ന് നമ്മൾ വീട്ടിലേക്ക് പോയി ദുനിയാവിന്റെ കാര്യങ്ങളുമൊക്കെ ബന്ധപ്പെട്ടു പോകുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഓർമ്മ നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നില്ല. ഇങ്ങനെ മനസ്സ് മാറിപ്പോകുന്നത് കാപട്യത്തിന്റെ ലക്ഷണമായി എനിക്ക് തോന്നുന്നു. അത് ഞാൻ റസൂലിന്റെ മുമ്പിൽ പറയാൻ വേണ്ടി ഓടിപ്പോവുകയാണ് എന്നാണ് ഹൻളല പറഞ്ഞിട്ടുള്ളത്. സിദ്ദീഖുൽ അക്ബർ, ഉമർ റളിയല്ലാഹു അൻഹു, ഇവർ രണ്ടുപേർക്കും ഇതേ അനുഭവമാണ്. അവർ രണ്ടുപേരും പറഞ്ഞു, ഇത് ഞങ്ങളുടെയും അനുഭവം തന്നെയാണ്. എന്നാൽ നമുക്ക് 3 പേർക്കും കൂടി റസൂലിന്റെ അടുക്കൽ ചെന്ന് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് 3 പേരും റസൂലിന്റെ അടുക്കൽ പോയി കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യൻ എന്ന് പറയുന്നത് ഹക്കദാ വഹക്കദാ, അങ്ങനെയാണ്, ചിലപ്പോൾ ഇങ്ങനെയുമാണ് മനുഷ്യന്റെ മനസ്സ് എന്ന് പറയുന്നത്. എല്ലാ സമയത്തും ഒരേപോലെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മലക്കുകളെ കാണുവാൻ സാധിക്കുമായിരുന്നു, മലക്കുകൾക്ക് ഹസ്തദാനം ചെയ്യാൻ സാധിക്കുമായിരുന്നു, മലക്കുകളും നിങ്ങളും ഒരുപോലെ ആകുമായിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളമില്ല. അവരുടെ മനസ്സ് എന്ന് പറയുന്നത് ദുനിയാവുമായി ബന്ധപ്പെട്ടു പോകുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ മനസ്സ് വീണുപോകുന്നതാണ് എന്ന് അവരെ സമാധാനിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പതറിപ്പോകുന്ന സമയത്ത് ആ ഒരു ഭയപ്പാട്, അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു ചിന്ത, പടച്ചവനെ ഓർമ്മിക്കുവാനുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു, അല്പം ദീർഘമായ. അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക. പടച്ചവനെ, ഞങ്ങളുടെ മനസ്സുകളിൽ, ഹൃദയങ്ങളിൽ നിന്നെ സംബന്ധിച്ചുള്ള ഖശിയത്ത്, ഖശിയത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഭയമാണ്. ആ ഭയം എന്ന് പറയുന്നത് പാമ്പിനെ കാണുന്ന ഭയമല്ല, വന്യജീവികളെ കാണുന്ന ഭയമല്ല. വളരെയധികം ഇഷ്ടപ്പെടേണ്ട ഒരു വ്യക്തിയോട് നമുക്കുണ്ടാവേണ്ട അതിരറ്റ അനുകമ്പയാണ്, അനുരാഗമാണ്. നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ വല്ലതും സംഭവിച്ചു പോയാൽ, ആ സംഭവം അദ്ദേഹം അറിഞ്ഞാൽ നമ്മളോടുണ്ടാകുന്ന അവസ്ഥയെ സംബന്ധിച്ചുള്ള ബോധമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തന്നു. ആ അനുഗ്രഹദാതാവിന്റെ മുമ്പിൽ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതായ ബഹുമാനവും ആദരവും, അതിനനുസരിച്ചു കൊണ്ടുള്ള ജീവിതവും നമ്മൾ പ്രകടിപ്പിക്കാതിരിക്കുമ്പോൾ, അതിന് വിരുദ്ധമായ നിലപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ അല്ലാഹുവുമായുള്ള എൻ്റെ ബന്ധത്തിൽ കാണിക്കേണ്ടതായ ബഹുമാനത്തിൽ, കാണിക്കേണ്ടതായ സ്നേഹത്തിൽ, ആ സ്നേഹ പ്രകടനങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ മാറ്റം സംഭവിച്ചു പോയല്ലോ എന്നുള്ള ഭയമാണ്. അതിനാണ് ഖശിയത്ത് എന്ന് പറയുന്നത്. ആ ഖശിയത്തിനെ പടച്ചവനെ നീ എനിക്ക് നൽകണമേ. മാ തഹൂലു ബിഹി ബൈനനാ വബൈന മആസിക്. ആ ഭയപ്പാട് എന്റെയും എൻ്റെ ദുഷ്കർമ്മങ്ങളുടെയും ഇടയിൽ മറയായി നിൽക്കണം.
എൻ്റെ ദുഷ്കർമ്മങ്ങളെ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരാതെ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാതെയുള്ള ഒരവസ്ഥയായി ആ ഭയപ്പാടിനെ, ഖശിയത്തിനെ നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വമിൻ ത്വാഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക, നിന്നോടുള്ള ആ അങ്ങേറ്റത്തെ വിധേയത്വം, അനുസരണഭാവം, ആ അനുസരണഭാവം എൻ്റെ ജീവിതത്തിലൂടെ കടന്നുപോയി ആ സ്വർഗത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുന്ന വിധം നിന്നോടുള്ള അനുസരണത്തെ പടച്ചവനെ എന്നിൽ നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മസാഇബദ് ദുനിയാ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും ധാരാളം മുസീബത്തുകൾ, പ്രയാസങ്ങൾ, ആ പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്ക് പല പ്രതിസന്ധികളും ഉണ്ടാകും. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള തെറ്റായ ധാരണ വരെ വന്നു പോകുന്ന അവസ്ഥയുണ്ടാകും. അത്തരം സന്ദർഭങ്ങളിൽ പടച്ചവനെ എനിക്ക് നീ യഖീൻ, ഉറപ്പായ വിശ്വാസം, ഈമാനിനേക്കാൾ തഖ്വയേക്കാൾ ശക്തമായ ഒരു ഭാവമാണ് യഖീൻ എന്ന് പറയുന്നത്. യഖീൻ, അടിയുറച്ച, മാറ്റമില്ലാത്ത, പിടിച്ചു മാറ്റാൻ കഴിയാത്ത, പറിച്ചെടുക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള ഉറച്ച ഈമാൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും, മാരകമായ രോഗം, സഹിക്കാൻ കഴിയാത്ത വേദന, സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ, കുടുംബത്തിലെ അംഗങ്ങൾക്കുള്ള മാരകമായ രോഗങ്ങൾ, അപകടങ്ങൾ, മരണങ്ങൾ, കാലവിപത്തുകൾ, വീടിന്റെ തകർച്ച, കച്ചവടത്തിന്റെ ഇടിഞ്ഞു പോകൽ, ലാഭം നഷ്ടപ്പെട്ടു പോകൽ, മൂലധനം നഷ്ടപ്പെട്ടു പോകൽ, ഇങ്ങനെയൊക്കെ മനുഷ്യന് സംഭവിക്കും. ഇതൊക്കെ മനുഷ്യരെ പതർച്ചയുണ്ടാകുന്ന, അവന്റെ നിലനിൽപ്പിന്, അവന്റെ സമനില തെറ്റിപ്പോകുന്ന അവസ്ഥയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ. ഈ സന്ദർഭങ്ങളിലെല്ലാം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളെ യഖീനോടുകൂടി നേരിടാൻ, ഉറച്ച മനസ്സോടുകൂടി നേരിടാൻ കഴിയുന്ന പടച്ചവനെ അത്തരത്തിലുള്ള അവസ്ഥ എനിക്കുണ്ടാക്കി തരണമേ. എല്ലാവിധ ദുന്യവിയും ഉഖ്റവിയുമായിട്ടുള്ള കാര്യങ്ങളെ നേരിടാനുള്ള യഖീൻ എനിക്ക് നൽകണമേ. അല്ലാഹുമ്മ മത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ, എനിക്ക് ജീവൻ നൽകുന്ന, എനിക്ക് നിലനിൽപ്പ് നൽകുന്ന എൻ്റെ കണ്ണ്, അതുപോലെ തന്നെ എൻ്റെ ചെവി, എൻ്റെ കേൾവി, എൻ്റെ കാഴ്ച, അതിനെല്ലാം, അതുപോലെ തന്നെ എൻ്റെ ജീവിതം, എൻ്റെ ശക്തി, ഇതിനെല്ലാം പടച്ചവനെ എനിക്ക് നീ ആസ്വദിക്കാനുള്ള, നിന്നോടുള്ള ഈമാൻ കൊണ്ട്, നിന്നിലുള്ള തഖ്വ കൊണ്ട്, നിന്നിലുള്ള യഖീൻ കൊണ്ട് ജീവിതത്തിൽ നേരിടുന്ന ഏതേത് പ്രതിസന്ധികളെയും ആസ്വാദനത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്ന, അതിനെയൊക്കെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കാൻ കഴിയുന്ന, ക്ഷമയോടുകൂടി സ്വീകരിക്കാൻ കഴിയുന്ന, അതൊക്കെ നിന്റെ പരീക്ഷണങ്ങളാണ്, ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് നമുക്ക് സമ്മതിക്കാൻ കഴിയുന്ന, അംഗീകരിക്കാൻ കഴിയുന്ന, മനസ്സിനെ അതിനെ അംഗീകരിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള ആസ്വാദനമായ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ നീ എനിക്ക് നൽകണമേ. വജഅൽഹുൽ വാരിസ മിന്നാ, എനിക്ക് എൻ്റെ അനുഗ്രഹങ്ങളെ നീ നിലനിർത്തി തരണമേ അല്ലാഹുവേ. വജഅൽ സഗ്റനാ അലാ മൻ വലമനാ, എന്നോട് ശത്രുത പുലർത്തുന്ന ആളുകളോട് മാത്രം, അവരോട് മാത്രം എൻ്റെ ആ പ്രതികാര ഭാവം നിലനിർത്താൻ മറ്റാരോടുമല്ല. എന്നെ അങ്ങേറ്റം നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന, ഞങ്ങളെ നശിപ്പിക്കാൻ, മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും തുനിയുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്ന ആളുകളോട് മാത്രമാണ് എനിക്ക് എതിർപ്പുള്ളത്. ആ രൂപത്തിലുള്ള എതിർപ്പിനെ മാത്രമേ എന്നിലുണ്ടാക്കാവൂ എന്ന് പറയുന്നു. വജഅൽ സഗ്റനാ അലാ മൻ വലമനാ വൻസുർനാ അലാ മൻ ആദാനാ, ഞങ്ങളോട് ശത്രുത പുലർത്തുന്നവർക്കെതിരിൽ പടച്ചവനെ നീ ഞങ്ങളെ സഹായിക്കണമേ. വലാ തജഅൽ മുസീബതനാ ഫീ ദീനിനാ, ഞങ്ങളുടെ മതപരമായ വിഷയങ്ങളിൽ ഒരു മുസീബത്തിനെയും ഞങ്ങൾക്കില്ലാതെ ഞങ്ങളുടെ ദീനിനെ ഞങ്ങൾക്ക് നീ സംരക്ഷിച്ചു തരണമേ. അത് ഞങ്ങളുടെ മനസ്സിലും, ഞങ്ങളുടെ സമൂഹത്തിലും, ഞങ്ങളുടെ ജമാഅത്തിലും, ഞങ്ങളുടെ പരിസരത്തും, നമ്മുടെ നാട്ടിലും, നമ്മുടെ രാജ്യത്തും, നമ്മുടെ ലോകത്തും അതിനെ നീ നിലനിർത്തി തരണമേ എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا, ദുനിയാവിന്റെ വിഷയങ്ങളെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പരമ ലക്ഷ്യമാക്കരുതേ അല്ലാഹ്.
ജീവിതത്തിന്റെ പരമലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അള്ളാഹുവിന് ശുക്ർ ചെയ്തുകൊണ്ട് ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് പകരം ദുനിയാവിനെ ആക്കരുത്. വലാ മബ്ലഗ ഇൽമിന, ഞങ്ങളുടെ വിജ്ഞാനത്തിന്റെ, ഞങ്ങൾ നേടിയെടുക്കുന്ന വിജ്ഞാനത്തിന്റെ, വിദ്യാഭ്യാസത്തിന്റെ, നോളജിന്റെ പരമലക്ഷ്യവും ഈ ലോകത്തെ ജീവിതമല്ല, പരലോക ജീവിതമാണ്. അതുകൊണ്ട് ഞങ്ങളുടെ ഇൽമ് അതിന്റെ അടിസ്ഥാനത്തിലാക്കരുതേ അല്ലാഹ്. വലാ തുസല്ലിത് അലൈനാ മല്ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഞങ്ങളോട് അവിവേകം പ്രവർത്തിക്കുന്ന ആളുകളിൽ ഞങ്ങളുടെ അധികാരത്തെ നീ വെച്ചു കൊടുക്കല്ലേ അല്ലാഹ് എന്ന് പ്രാർത്ഥിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഈ അല്ലാഹു നമ്മെ സൃഷ്ടിച്ചവനാണ്, നമ്മെ എല്ലാ നിലക്കും സംരക്ഷിക്കുന്നവനാണ്. അവനാണ് നമുക്ക് റിസ്ക് നൽകിയത്. അവനാണ് നമ്മുടെ എല്ലാ ദൈനംദിനമല്ല, നൈമിഷികമെന്നല്ല, അർദ്ധനിമിഷമെന്നല്ല, മൈക്രോ സെക്കൻഡുകളിൽ നമ്മെ സംരക്ഷിക്കുന്നത്, നമ്മെ നിയന്ത്രിക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നവരാണ്. നമുക്ക് നമ്മൾ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു തരുന്നത്, നൽകിക്കൊണ്ടേയിരിക്കുന്നത് ആ അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ആ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കാൻ കഴിയില്ല. വിശുദ്ധ ഖുർആനിലെ പല സൂറത്തുകളിലും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ പറയുന്നുണ്ട്. സൂറത്തുൻ നഹൽ, തനീച്ച എന്ന് പറയുന്ന അധ്യായം, ആ നഹൽ എന്ന സൂറത്തിന് സൂറത്തുൻ നിഅം, അനുഗ്രഹങ്ങളുടെ അധ്യായം എന്ന് പേരുണ്ട്. കാരണം എന്താണ്? ആ ആയത്ത് ഖുർആൻ അതാ അംറുല്ലാഹ് വലാ തസ്തഅജിലൂഹു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന സൂറത്തുൻ നഹലിലെ 1-ാമത്തെ അധ്യായം മുതൽ 17-ാമത്തെ അധ്യായം വരെ, 17-ാമത്തെ സൂറത്ത് വരെ, ആയത്ത് വരെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ് പറയുന്നത്. നമ്മുടെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ച്, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച്, ആകാശഭൂമികളെ സംബന്ധിച്ച്, ഭൂമിയിലെ സസ്യലതാദികളെ സംബന്ധിച്ച്, ആകാശത്തിലെ നക്ഷത്രങ്ങളെയും സൂര്യനെയും ഒക്കെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പർവ്വതങ്ങളെ സംബന്ധിച്ച്, കടലിനെ സംബന്ധിച്ച്, മത്സ്യലതാദികളെ സംബന്ധിച്ച്, സസ്യലതാദികളെ സംബന്ധിച്ച്, മത്സ്യങ്ങളെയും അതുപോലെ മൃഗങ്ങളെയും കാലികളെ സംബന്ധിച്ച്, ഇങ്ങനെയെല്ലാം 17 ആയത്തുകളിലൂടെ വിവരിച്ച ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയുന്നു, അതാ അംറുല്ലാഹ്, അള്ളാഹുവിന്റെ കൽപ്പന വന്നിരിക്കുന്നു. ഫലാ തസ്തഅജിലൂഹു, അള്ളാഹുവിന്റെ വിചാരണയും അള്ളാഹുവിന്റെ നിശ്ചയിച്ച ഖിയാമത്ത് നാളും അതാണ് അംറുല്ലാഹ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെടേണ്ട. ഫലാ തസ്തഅജിലൂഹു സുബ്ഹാനഹു, അവൻ സർവ്വപരിശുദ്ധനാണ്. വതആല അമ്മാ യുശ്രികൂൻ, ഈ അനുഗ്രഹങ്ങളൊക്കെ മറ്റുള്ളവരുടേതാണ്, അവരിലൂടെയാണ് എനിക്ക് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ശിർക്ക് ചെയ്യുന്നതിൽ നിന്ന് അല്ലാഹു എത്രയോ പരിശുദ്ധരാണ്. യുനസ്സിലുൽ മലായികത ബിർറൂഹി മിൻ അംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പനയുമായി മലായികകളെയും അവന്റെ ആത്മാവും ഇറങ്ങി വരുന്നു. അലാ മൻ യശാഉ മിൻ ഇബാദിഹി, അവൻ ഉദ്ദേശിക്കുന്നതായ അവന്റെ അടിയാറുകൾക്ക് പ്രവാചകത്വം നൽകി ഈ സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കാൻ, അള്ളാഹുവിന്റെ മഹത്വത്തെ പഠിപ്പിച്ചു കൊടുക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ ഓർക്കാൻ, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും റബ്ബ് നിങ്ങൾക്ക് ചെയ്തു തന്നതാണ്. അത് നിങ്ങൾ നന്ദി ചെയ്യേണ്ടത് അള്ളാഹുവിനോടാണ്, അവനെ ആരാധിക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശം അന്നന്ദിറു, നിങ്ങൾ താക്കീത് നൽകാൻ വേണ്ടിയാണ് അവൻ അയച്ചിട്ടുള്ളത്. അന്നഹു, എന്താണ് കാര്യം? ലാ ഇലാഹ ഇല്ലാ അന ഫത്തഖൂൻ, ഞാനല്ലാതെ നിങ്ങൾക്കൊരിലാഹുവില്ല, അതുകൊണ്ട് ഫത്തഖൂൻ, എന്നെ സൂക്ഷിച്ചുകൊണ്ട് ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിൽ നിങ്ങൾ ജീവിക്കണം എന്ന സന്ദേശം ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം 16, 14, 15ഓളം ആയത്തുകൾ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് വീണ്ടും അല്ലാഹു പറയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ എണ്ണാൻ തുനിഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണാൻ കഴിയില്ല. ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി നന്ദി ചെയ്യാൻ കഴിയില്ല. അള്ളാഹുവിനെ ഓർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് അള്ളാഹ്ക്കറിയാം. നിങ്ങളിൽ തെറ്റ് സംഭവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. പക്ഷേ അള്ളാഹുവിനറിയാമെന്ന ആ ഒരു ബോധം നിങ്ങളിൽ ഉണ്ടാവണം. അങ്ങനെയാകുമ്പോഴാണ് നിങ്ങൾക്ക് പാപമോചനത്തിനുള്ള ബോധമുണ്ടാകുന്നത്, ഇസ്തിഗ്ഫാറിനുള്ള ബോധമുണ്ടാകുന്നത്, തൗബക്കുള്ള ബോധമുണ്ടാകുന്നത്. ആ തൗബയെ, ആ ഇസ്തിഗ്ഫാറിനെ
അറിയുന്നവനാണ് അല്ലാഹു. ഇന്നല്ലാഹ തീർച്ചയായും അല്ലാഹു ലഗഫൂറുൻ അങ്ങേറ്റം പാപങ്ങൾ പൊറുക്കുന്നവനാണ്, റഹീം അങ്ങേറ്റ കാരുണ്യവാനാണ്. ആ കാരുണ്യത്തെ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് മനുഷ്യരോട്, വിശ്വാസികളോട് പ്രത്യേകിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വ്യത്യാസം, മലക്കുകളുമായുള്ള വ്യത്യാസം, മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധം, ഇതിനെയൊക്കെ അല്ലാഹു ഉൾക്കൊള്ളുന്നു. മനുഷ്യന്റെ കഴിവിനെയും പരിമിതിയെയും പരിധിയെയും അറിയുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ഗഫൂറാണ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന പാകപ്പിഴവുകൾ, പോരായ്മകൾ, തെറ്റുകുറ്റങ്ങൾ പടച്ചവന്റെ മുമ്പിൽ ഏറ്റുപറയാൻ നമുക്ക് കഴിയണം. എല്ലാ ചെറിയവർക്കും വലിയവർക്കും കഴിയണം. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ മറന്നുകൊണ്ട് സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാകരുത്, പടച്ചവന്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കുന്നവരാകരുത്. ആരെങ്കിലും എന്ന് പറഞ്ഞു കൊടുക്കുന്നു എന്ന് പേരിൽ വെള്ളിയാഴ്ച 1-1.5 മണിക്കൂറോളം ജുമാഅക്ക് സമയത്ത് സ്കൂളിൽ അവധി സമയമുണ്ട്. ആ സമയം ഉപയോഗിച്ച് ചില ആളുകൾ അവിടെ ദൈവനിഷേധത്തെ സംബന്ധിച്ച് അള്ളാഹുവിനെയും ദീനിനെയും ഒക്കെ മോശമാക്കുന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുള്ള സംഭവങ്ങൾ വിദ്യാലയങ്ങളിൽ നടക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കുന്നു, നമ്മുടെ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ മഹത്വത്തെ സംബന്ധിച്ചുമൊക്കെ കുട്ടികളിൽ ശരിയായ ബോധമുണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്കിലേ അത്തരം പരാമർശങ്ങളെ, അത്തരം സമീപനങ്ങളെ ആ കുട്ടികൾക്ക് തന്നെ നേരിടാൻ കഴിയുകയുള്ളൂ. അതിനെ നിരുത്സാഹപ്പെടുത്തുവാൻ കുട്ടികൾക്ക് കഴിയണം. നമ്മുടെ അവിടേക്ക് പോകുന്നില്ലല്ലോ. ഈ ഒരു അവസ്ഥ എല്ലാ സ്ഥലങ്ങളിലുമുണ്ട്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കൊച്ചാക്കി കാണുന്ന അവസ്ഥ സമൂഹത്തിൽ നിലനിൽക്കുന്നു. അതിനെതിരിൽ പ്രതിരോധം തീർക്കാൻ കഴിയണമെങ്കിൽ അത് തഖ്വയുടെയും ഖുശൂഇന്റെയും ഖശിയത്തിന്റെയും മഹബ്ബത്തിന്റെയും അടിസ്ഥാനത്തിൽ പടച്ചവനോടുള്ള ഈടുറ്റ ബന്ധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാപങ്ങളും ദോഷങ്ങളും അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.